പാലാ മുനിസിപ്പാലിറ്റി 3-ാം വാർഡ് കൗൺസിലറായിരുന്ന സമയത്ത് പാലാ ഗവൺമെന്റ് ഹൈസ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്നുവെന്നും അന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തിയ സമയത്ത് സ്കൂൾ തിരിച്ചുപിടിക്കാൻ കൂടെ നിന്നത് സ്കൂളിനെയും അക്ഷരാഭ്യാസമുള്ള ഒരു തലമുറയെയും ആഗ്രഹിക്കുന്ന അധ്യാപകരും നല്ലവരായ നാട്ടുകാരും പ്രതിപക്ഷത്ത് ഒപ്പമുണ്ടായിരുന്ന സഹ കൗൺസിലർമാരും ആയിരുന്നുവെന്ന് MLA മാണി സി കാപ്പൻ അനുസ്മരിച്ചു. പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. മോശമായി പോകാവുന്ന പല കാരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു ആദ്യം. ഈ സ്കൂളിന്റെ മുഴുവൻ പോകുമ്പോൾ എനിക്ക് എപ്പോഴും കാരണം 2000 മുതൽ 2005 വരെ ആവശ്യമായി. ഇന്ന് 2003 അല്ലെങ്കിൽ ഈ സ്കൂളിൽ അവിടെ SLC എഴുതിയാൽ 5 പേരിരിക്കും പിള്ളേരില്ല പഠിക്കാൻ എല്ലാം അവിടെ പറയും. അപ്പോൾ ഈ സ്കൂൾ കൂട്ടാനൊരു തീരുമാനമുണ്ട്. ഞാൻ ഈ വാർഡിലേക്ക് കൗൺസിലർ ഞാൻ വ്യത്യാസം വരുന്ന പിന്നീട് ബാക്കിയുള്ള കൗൺസിലേഴ്സ് വന്നു ചെയ്തു, മാതാപിതാക്കൾ വന്നു ചെയ്തു. അന്ന് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. അവരിനോട് പറഞ്ഞ പ്രാഥമിക കുറച്ച് സൗകര്യങ്ങൾ, ഫാന്, എല്ലാ സ്കൂൾ മുറികളിലും ഫാന്, അതുകൂടാതെ വൈകുന്നേരം ട്യൂഷൻ എടുക്കാനായിട്ട്. പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ജെ ചീരാംകുഴി, PTA പ്രസിഡന്റ് രാജീവ് ബി, SMC ചെയർമാൻ ശിവദാസ് ജി, ഹെഡ്മിസ്ട്രസ് ശ്രീകല, വോളണ്ടിയർ ലീഡർ കുമാരി, ഗൗരി സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. NSS ക്ലസ്റ്റർ കൺവീനർ സാബു തോമസ് പദ്ധതി വിശദീകരണം നടത്തി. NSS സദേൺ റീജിയൻ പ്രോഗ്രാം കൺവീനർ രാഹുൽ R NSS സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ജയകുമാരി VR സ്വാഗതം ആശംസിച്ച യോഗത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ ജിഷ T ജോസ് കൃതജ്ഞത രേഖപ്പെടുത്തി. i4A ന്യൂസ് പാലാ.